തീർച്ചയായും തിരികെ എത്തുമ്പോൾ നാം കണ്ടു ഉത്തരേന്ത്യയിലടക്കം കർഷകർ വല്ലാതെ വലയുന്നത് സവാളയ്ക്കടക്കം വില കിട്ടാതെ, മാത്രമല്ല സാധനങ്ങൾക്കൊക്കെ തീവിലയിൽ ഉത്തരേന്ത്യയിൽ വിപണികൾ പൊള്ളുന്നു എന്ന നിരവധി വാർത്തകൾ ഇന്ന് മറ്റ് വാർത്താ സംവിധാനങ്ങൾ വഴിയൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർണായകമായ വിപണിയിലേക്കുള്ള ഇടപെടൽ. സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് തുടക്കമാകുന്നു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ പ്രധാന സൂപ്പർ മാർക്കറ്റുകൾ ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. ഈ മാസം 30 വരെയാണ് സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് കാണാം ആദ്യം. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 30% വരെ വിലക്കുറവും ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളിലുണ്ടാകും. ഇതിനു പുറമെ എല്ലാ ദിവസങ്ങളിലും 2:30 മുതൽ 4 വരെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഫ്ലാഷ് സെയിലും നടക്കും. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില ദിനംപ്രതി നമ്മുടെ രാജ്യത്ത് കുതിച്ചുയരുകയാണ്. എന്നാൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള ഫലപ്രദമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് രാജ്യത്തിൻ്റെ അനുഭവം. അതായത് വിലക്കയറ്റം തടയാനും നിയന്ത്രിക്കാനും ബാധ്യതപ്പെട്ടവർ കേവലം കാഴ്ചക്കാരായി നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ വിലക്കയറ്റവുമായി താരതമ്യപ്പെടുത്തിയാൽ അത്തരത്തിലൊരു വിലക്കയറ്റം, ആ തോതിലുള്ള വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തിന് അനുഭവപ്പെടുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി ഉണ്ടാകേണ്ട ആ വിലക്കയറ്റത്തെ തടുത്തു നിർത്താൻ കഴിയുന്നത് ഫലപ്രദമായ വിപണി ഇടപെടൽ കൊണ്ടാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ പച്ചക്കറികളും ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളിലുണ്ട്. സപ്ലൈകോ ഫെയറുകളിൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവെന്ന് പൊതുജനങ്ങൾ തന്നെ വിലയിരുത്തുന്നു. വില കടയിലേക്കാളും കുറവുണ്ട്. നല്ല പൈസ, പൊതുവിപണി നല്ല പൈസയാണ്, ഇത് കുറവാണ്. സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട്, ഓണത്തിനും വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് ലാഭമുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്കായാലും മുളകിനായാലും എല്ലാ സാധനത്തിനും ലാഭമുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്തെ പ്രധാന സൂപ്പർ മാർക്കറ്റ് സപ്ലൈകോ ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വളരെ പ്രസക്തമായി അടിവരയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ് ഇത്തരത്തിൽ വിലക്കയറ്റം രൂപപ്പെടുത്തുന്നത്. അങ്ങനെ വിലക്കയറ്റത്തിൽ ജനങ്ങൾ വലയുമ്പോൾ അതിൽ ഇടപെടാതെ നോക്കി നിൽക്കുന്ന ഭരണകൂടം, അത് ശരിയല്ല. അതൊരു ജനകീയ സർക്കാർ സംവിധാനങ്ങൾക്ക് ചേർന്നല്ല. അതാണ് കേരള സർക്കാർ അതിന് ബദലായി വിപണിയിലേക്ക് ഇടപെടുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകൾ കൊണ്ട് നേരത്തെയും ഈ പിണറായി വിജയൻ സർക്കാർ, LDF സർക്കാരൊക്കെ അവരുടെ മാതൃക കാട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഈ സാമ്പത്തിക പിരിമുറുക്കത്തിലും നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇരട്ടി മധുരം എന്നത്. ഇപ്പോൾ ഫെയറിൽ നിന്ന് തന്നെ ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരുകയാണ്. സുലേഖ, ആദ്യം നമുക്ക് എങ്ങനെയുണ്ട് ഫെയറുകൾക്കുള്ള റെസ്പോൺസ്? എവിടാണ് സുലേഖ ഉള്ളത്? അജിംഷ, തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറിലാണ്. സപ്ലൈകോയുടെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഫെയറിലെ കാര്യങ്ങളിലേക്ക് പോയാൽ അരിയുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉള്ളി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി തുടങ്ങിയ പച്ചക്കറികളൊക്കെ തന്നെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സവാളയ്ക്കൊക്കെ വില ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് എന്നുകൂടി. അത്തരത്തിൽ നേരത്തെ ഈ ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച അതേപോലെ തന്നെ ഇത്തവണയും ഈ ഉത്സവകാലത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ സംഘടിപ്പിക്കുകയാണ് സപ്ലൈകോ. ഫെയറുകളിലും ഇത്തരത്തിൽ സുലേഖ, നിത്യോപയോഗ സാധനങ്ങളുടെ 13 ഇനങ്ങൾക്കാണ് സബ്സിഡി. പിന്നെ അത് മാത്രമല്ല, ഈ 2 മുതൽ 4 വരെ ഫ്ലാഷ് സെയിൽ, എന്താണത്?
തീർച്ചയായും അജിംഷാദ്, ഈ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 30% വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. അതിന് പുറമെ സപ്ലൈകോയുടെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു കിഴിവും ഈ ഫെയറുകളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീടുള്ളത് ഈ 2:30 മുതൽ 4 മണി വരെയുള്ള ഫ്ലാഷ് സെയിലുകളാണ്. ഈ സെയിലിൽ ഇത്തരത്തിൽ വലിയ ഓഫറുകൾ നൽകുന്നു. ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഒരു ഫ്ലാഷ് സെയിൽ, അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ വലിയ വിലക്കുറവിൽ, വൻ വിലക്കുറവിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾക്കൊക്കെ തന്നെയും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സമയത്ത് 2:30 മുതൽ 4 മണി വരെയുള്ള സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിലക്കുറവ് അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇത് കഴിഞ്ഞ ഓണക്കാലത്തും ഈ സപ്ലൈകോ ഇത്തരത്തിലുള്ളൊരു കാര്യം എടുത്തു കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ മാറുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണം ഫെയറുകൾ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് വലിയ ഒരു അഡ്വാൻറ്റേജായി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഉപകാരപ്രദമാകുന്ന ഒരു തരത്തിലേക്ക് ഓണം ഫെയറുകൾ മാറിയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് കാലഘട്ടത്തിലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നണി ഭരിക്കുന്ന ഘട്ടങ്ങളിലുള്ള ഇടപെടലുകൾ നാം കാണാറില്ല കേരളത്തിൽ. അവർ കൃത്യമായി അതിൽ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. എന്തിനും മാവേലി സ്റ്റോർ പോലും അത്തരത്തിൽ ഒരു LDF ഉൽപ്പന്നമായി, അല്ലെങ്കിൽ LDFൻ്റെ ചിന്തയായി എത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു തുടർച്ച, അത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കം മുതൽ നാം കാണുന്നതുമാണ്. അതിൻ്റെ തുടർച്ച സ്വാഭാവികമായും ഈ വിപണിയിലേക്കുള്ള ഇടപെടൽ. നേരത്തെ സുലേഖ സൂചിപ്പിച്ചതുപോലെ സവോളയുടെ അടക്കമുള്ള വില വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം കർഷകർക്ക് വില കിട്ടുന്നില്ല, എന്ന നാട്ടുകാർക്ക് വിലക്കയറ്റവും, ഇങ്ങനെ ഒരു വലിയ ഇടനില ചൂഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് ഈ ഇടപെടലുകൾ, ഈ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ, ജനകീയ സർക്കാരിൻ്റെ ഇടപെടൽ ഒപ്പമുണ്ട് സർക്കാർ എന്ന് ബോധ്യമാക്കുന്നത്. അത് ഇപ്പോൾ ക്രിസ്മസിൻ്റെയോ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെയോ ഒന്നും ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടത് മാത്രമല്ല, അല്ലേ സുലേഖ? തീർച്ചയായും അത് തന്നെയാണ് ജിംഷാദ്. സപ്ലൈകോ നേരത്തെ തന്നെ 13 സബ്സിഡി സാധനങ്ങൾ, അത് സബ്സിഡിയായി തന്നെ 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയായി നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുറവ് നൽകിക്കൊണ്ട്, അതിനൊപ്പം തന്നെ ഈ ഫ്ലാഷ് സെയിലുകൾ അടക്കമുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഈ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ സപ്ലൈകോയുടെ സാധനങ്ങളുണ്ട്, ഒപ്പം മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേക്ക് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സാധനങ്ങളും ഒരു ഉത്സവകാലത്ത് എന്തൊക്കെയാണോ ഒരു ആളുകൾക്ക് വേണ്ടത് അതൊക്കെ തന്നെയും ഈ മേളയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു, ജനങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അമ്മ സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? വിലയൊക്കെ സിമ്പിൾ തന്നെ, കുറവ് തന്നെ. കുറവാണ്. നമ്മളെ പുറത്തൊക്കെ ഭയങ്കര വില. ഭയങ്കര വിലയാണ്. അതാണ് ഇവിടെ കുറവായതുകൊണ്ടാണ് ഇവിടെ വാങ്ങിക്കാം. അപ്പൊ അത് വാങ്ങിക്കാൻ ഇവിടെ തന്നെ വരും. നേരത്തെ വന്നോ? നേരത്തെ വന്നു. സാധനങ്ങളൊക്കെ കിട്ടിയോ? കിട്ടിയെല്ലാം കിട്ടി. കോഴി മസാല മാത്രം വാങ്ങിക്കണം. അതിന് ബാക്കി എല്ലാ സാധനവും വാങ്ങിച്ചു. പൊതുവെ ഇവിടെ തന്നെ വരുന്ന സാധനം വാങ്ങിക്കണത്. സപ്ലൈകോ സാധനങ്ങൾ തന്നെയാണ് വാങ്ങിക്കണത്. താങ്ക്സ്. ഇത് തന്നെയാണ് കാരണം ഇപ്പോൾ സുലേഖ അടക്കമുള്ളവർ ഈ ഇവന്റിന്റെ കാര്യം പറയുമ്പോൾ ആ അമ്മ പറയുന്നു കാരണം നിരന്തരമായി അവർക്ക് ഈ സംവിധാനം അവർ ഉപയോഗിക്കുന്നുവെന്ന്. അത് മാത്രമല്ല, അമ്മയ്ക്ക് ആ സപ്ലൈകോയിൽ എത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വിലക്കുറവുണ്ട്, എല്ലാ സാധനമുണ്ട്. ഏതോ ഒരു ഉൽപ്പന്നം ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു വലിയ വിജയമാണത്.